ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സമ്മറ്റീവ് അസസ്മെൻറ്റ് ഫസ്റ്റ് അഥവാ ഓണം എക്സാം. നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിനും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും തീർച്ചയായും വരുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിന് പോവുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് അല്ലേ, വായിച്ച് നോക്കാം നമുക്ക്. റീഡ് ദ പോയം, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യാൻ ഒരു പോയം നൽകിയിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. ഫ്രണ്ട്സ് ഫോർ എവർ. വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ്സ് ഓൺ ഗ്രാസ്. ടേക്ക് ഫണ്ണി സെൽഫീസ്, ഷെയർ അവർ ജോയ്സ്. വി വാച്ച് കാർട്ടൂൺ ആൻഡ് ഡാൻസ് അറൗണ്ട് ആൻഡ് ലോഫ് അണ്ടിൽ വി ഫോൾ ടു ദ ഗ്രൗണ്ട്. We play on the phones and paint on walls with the kindness and shining from the heart. We are best friends in all we do and wish each day was playtime too. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് ചാപ്റ്റർ ഫ്രണ്ട് എന്ന പോയം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ ഈ പോയത്തിലും എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണല്ലേ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേ പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്. നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ സ്വിങ്സിൽ കളിക്കും, അതുപോലെ തന്നെ ഗ്രാസിലെ ദെൻ ടേക്ക് ഫണ്ണി സെൽഫി, ഷെയർ അവർ ജോയ്സ്. അപ്പം അങ്ങനെ ഓരോ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗെദർ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് അല്ലേ. ഡു ദ സ്പീക്കർ ആൻഡ് ദ ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗെദർ. കവിതയിലെ കുട്ടികളും അവരുടെ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഒന്നിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്, റീഡിങ് ബുക്സ് ആൻഡ് ഡൂയിങ് ഹോംവർക്ക്, പുസ്തകം വായിക്കുക അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യുക. ദെൻ കുക്കിംഗ് ആൻഡ് ഗാർഡനിങ്, ഗാർഡനിങ്ങും അല്ലേ. ദെൻ പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺ, പ്ലേയിങ് ഓൺ സ്വിങ്സ് ഊഞ്ഞാലാടും ചെയ്യുക, കാർട്ടൂൺ കാണും ചെയ്യുക. ദെൻ പെയിൻറ്റിങ് വോൾസ് ആൻഡ് ക്ലീനിങ് റൂംസ്, പെയിൻറ്റ് ചെയ്യുക, വോൾസ് ഒക്കെ പെയിൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റൂംസ് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, യെസ്, പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ് എന്നാണ് അല്ലേ. ഈ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ്. ഇവിടെ പറയുന്നുണ്ടല്ലേ, വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ദയ തിളങ്ങി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വാട്ട് ഡസ് ദ ലൈൻ സേ അബൌട്ട് ഫ്രണ്ട്സ്, ഈ വരി കൂട്ടുകാരെ കുറിച്ച് എന്താണ് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ഹൗ ദേ ലുക്ക്, അവർ കാണാൻ എങ്ങനെ ഇരിക്കുന്നുള്ളത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ, ഇറ്റ് വാസ് ഷോ ദേ ഹാവ് ഫ്ലാഷ് ലൈറ്റ്സ്, അവരുടെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റുകൾ ഉണ്ടെന്ന് കാണിക്കാൻ. ദെൻ ഓപ്ഷൻ സി, ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂവിനെ കാണിക്കാൻ. ദെൻ ഓപ്ഷൻ ഡി, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വെതറിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും ഇതിൽ ആൻസർ വരിക, യെസ്, ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. Okay, the next question, what is the emotion expressed in the poem. ഈ പോയത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഇമോഷൻ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദേഷ്യം അല്ലേ. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഫിയർ എന്ന് പേടുന്ന എന്താണ്, പേടി അല്ലേ, ഭയം. ദെൻ ഓപ്ഷൻ ഡി എന്താണ്, സർപ്രൈസ്, അത്ഭുതം. തന്നിട്ടുള്ളതിൽ ഏതാ കൂട്ടുകാരെ, ജോയ് അല്ലേ, സന്തോഷമല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, ജോയ്. ദെൻ യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ. ഡി ക്വസ്റ്റ്യൻ എന്താണ്, യു ആൻഡ് യുവർ ഫ്രണ്ട് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ, റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയിങ് ടുഗദർ. നിങ്ങളും കൂട്ടുകാരും ഒന്നിച്ചിട്ട് ഇതുപോലെ സന്തോഷിക്കാറില്ലേ. നിങ്ങൾ ഒന്നിച്ച് ആസ്വദിക്കാൻ ചെയ്യാറില്ല, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടാവും, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടാവും അല്ലേ. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഇവിടെ ആൻസർ കൊടുക്കുന്നത്, വി പ്ലേ ഫുട്ബോൾ ടുഗദർ ഇൻ ദ ഗ്രൗണ്ട്. വി പ്ലേ ഫുട്ബോൾ ടുഗദർ ഇൻ ദ ഗ്രൗണ്ട്. Okay, then editing ആണ് next. Read the edit the following. My is name Anu.
I am 10 years old. My best friend is Aisha. She is a good girl. We go by school together. അപ്പോൾ തന്നിട്ടുള്ളത് ശരിയാണോ? അല്ലല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് എങ്ങനെയാ വരിക? മൈ ഈസ് നെയിം എന്നതിന് പകരം എന്താ വരേണ്ടത്? മൈ നെയിം ഈസ് എന്നാണല്ലേ. മൈ നെയിം ഈസ് അല്ലേ. മൈ നെയിം ഈസ്. ദെൻ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആയിഷ. അവിടെ എന്താ വരേണ്ടത്? ഇവിടെ നോക്കൂ, ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് ശരിയാണോ? FRIEND ആണല്ലേ വരേണ്ടത്. FRIEND. ദെൻ ഇവിടെ നമ്മൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ടല്ലേ. ബി എന്താണ്? I am 10 years old. ഇവിടെ എന്താണ് പ്രശ്നം? ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം അല്ലേ. അപ്പം ഐ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുക. ദെൻ ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ. അവിടെ ആനിൻ്റെ ആവശ്യമുണ്ടോ? എ അല്ലേ വേണ്ടുള്ളൂ, ആന് വേണ്ട. അതായത് ഇവിടെ എ ഗുഡ് ഗേൾ എന്നാണ് വേണ്ടത്. ദെൻ വി ഗോ ഡാഷ് ബൈ സ്കൂൾ ടുഗദർ. അവിടെ എന്താ വരേണ്ടത്? ബൈ ആണോ വരേണ്ടത്? ബൈക്ക് പകരം ടു ആണല്ലേ വരേണ്ടത്. ടു എന്ന പ്രിപ്പോസിഷനാണ് അവിടെ വരേണ്ടത്. ടു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എഡിറ്റ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തോട്ട്സ് ആണല്ലേ. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ തന്നിട്ടുള്ള ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ജസ്റ്റർ കുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. ആ നൈറ്റിൽ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല, ജസ്റ്ററിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ടുമാറോ ഈസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് ടു സ്കൂൾ. നാളെ എൻ്റെ ആ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണല്ലേ. ഹി ഫെൽറ്റ് ലേസി. അവൻ എന്ത് ചെയ്തു? മടി തോന്നി. ജസ്റ്റർ വാസ് വെറീഡ് ആൻഡ് അപ്സെറ്റ്. ജസ്റ്റർ എങ്ങനെ വളരെയധികം വെറീഡും അപ്സെറ്റുമായിരുന്നു. ഹി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് ഫ്രണ്ട്സ്. അവൻ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് കൂട്ടുകാരോടൊപ്പം കളിക്കാനായിരുന്നു അവൻ്റെ ആഗ്രഹം അല്ലേ. റൈറ്റ് ഡൗൺ ജസ്റ്റേഴ്സ് തോട്ട്സ്. അപ്പം നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ജസ്റ്ററിൻ്റെ തോട്ട്സ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? ജസ്റ്റർ ഡസ് ലൈക്ക് ടു സ്കൂൾ. ദെൻ വിൽ ഹി മിസ് ഹിസ് ഹോം. വാട്ട് വിൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? തോട്ട് എഴുതാൻ അല്ലേ. നമുക്ക് എന്തൊക്കെ എഴുതാം? എഴുതാം അല്ലേ. ടുമാറോ ഈസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് എന്ത് ചെയ്യേണ്ട? സ്കൂളിലേക്ക് പോകണ്ട. ഐ ഫീൽ സോ ലേസി. എനിക്ക് വളരെയധികം മടി തോന്നുന്നു. വിൽ മിസ് മൈ സ്വീറ്റ് ഹോം. ഞാൻ എൻ്റെ സ്വീറ്റ് ഹോം എന്ത് ചെയ്യും? മിസ് ചെയ്യും. വാട്ട് വിൽ ഡു ഐ വിത്തൗട്ട് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റിലെ കൂട്ടുകാരൊന്നും ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് ദം. എന്ത് ചെയ്യുക? എനിക്ക് വീട്ടിൽ തന്നെ നിന്ന് അവരോടൊപ്പം കളിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തതുപോലെ ജസ്റ്ററിൻ്റെ തോട്ട്സ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ദെൻ തേർഡ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്ലോൺ സോ എ ബ്ലൂ എൻജിൻ കമ്മിങ്. ക്ലോൺ എന്ത് കാണാണ്? ഒരു ബ്ലൂ എൻജിൻ വരുന്നത് കാണുകയാണ് അല്ലേ. വിൽ യു പുൾ us over the mountain? The boys and girls will have no toys so good. The clown said. അപ്പോൾ ക്ലൗൺ എന്താ പറയുന്നത്? വിൽ യു പുൾ us over the mountain? മൗണ്ടൈൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുക എന്ന് ചോദിക്കുകയാണല്ലേ. The boys and girls will have no toys or good food. കുട്ടികൾക്ക് ടോയ്സോ നല്ല ഭക്ഷണമൊന്നും കിട്ടില്ല. ദ ക്ലൗൺ സാഡ്. ക്ലൗണ് പറഞ്ഞു. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ തോട്ട് ഫോർ എ വൈൽ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ തോട്ട്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിൽ ദ ബ്ലൂ എൻജിൻ ബി ഏബിൾ ടു പുൾ ദ ട്രെയിൻ? ദെൻ വാട്ട് വിൽ she feel when she does the doors and toys crying? Will she think about the boys and girls on the mountain? അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ തോട്ട്സ് എഴുതാനല്ലേ. അപ്പം എന്തൊക്കെയായിരിക്കും ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക? ബ്ലൂ എൻജിൻ ചിന്തിച്ചിട്ടുണ്ടാവുക. നമുക്കൊന്ന് എഴുതി നോക്കാം. ലുക്ക് ദ ഡോഴ്സ് ആൻഡ് ടോയ്സ് ആർ ക്രൈയിങ്. ഡോഴ്സും ടോയ്സൊക്കെ എന്ത് ചെയ്യാണ്? കരയുകയാണ്. ഇഫ് ഐ ഡോണ്ട് ഹെൽപ്പ് ദം ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദ മൗണ്ടൻസ് വോണ്ട് ഗെറ്റ് എനി ടോയ്സ് ഓർ ഫുഡ്. ഞാനിനി അവരെ സഹായിച്ചിട്ടില്ലെങ്കിൽ ആ ഗേൾസിനും ബോയ്സിനും ഒന്നും എന്ത് കിട്ടില്ല? ടോയ്സും ഫുഡൊന്നും കിട്ടില്ല. ഐ ആം സ്മോൾ ബട്ട് ക്യാൻ ഐ പുൾ ദിസ് ഹെവി ട്രെയിൻ ഓവർ ദ മൗണ്ടൻ. ഞാൻ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഈ ഭാരമുള്ള ട്രെയിന് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ എനിക്ക് കഴിയുമോ? ഐ തിങ്ക് ഐ മസ്റ്റ് ട്രൈ മൈ ബെസ്റ്റ് ടു ഹെൽപ്പ് ദോസ് ചിൽഡ്രൻ. ഞാൻ എന്ത് ചെയ്യും? ആ കുട്ടികളെ സഹായിക്കാൻ എൻ്റെ പരമാവധി ശ്രമിക്കൂ അല്ലേ.
ഐ തിങ്ക് ഐ മസ്റ്റ് ട്രൈ മൈ ബെസ്റ്റ് ടു ഹെൽപ്പ് ദോസ് ചിൽഡ്രൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, തോട്ട് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി റിഡിലാണ് അല്ലേ. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്, ദി കാർട്സ് വെർ ഫിൽ ഓഫ് ടോയ്സ് ആൻഡ് ഡോൾസ്, ക്യാൻ യു ഐഡന്റിഫൈ ദറ്റ്. ലിറ്റിൽ ട്രെയിനിൽ എന്തായിരുന്നു, റാൻ അലോങ് ദ ട്രാക്സ്, കാർട്സ് വെർ ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഗേൾസ്. അതിൻ്റെ കാർട്സ് എങ്ങനെയായിരുന്നു, ഈ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഡോൾസ് ആയിരുന്നു അല്ലേ. ഡോൾസും ടോയ്സും ഒക്കെ ആയിരുന്നു, ഡോൾസും ടോയ്സും ഒക്കെ ആയിരുന്നു. ക്യാൻ യു ഐഡന്റിഫൈ ദം, നിങ്ങൾക്ക് അവയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ. അപ്പോൾ റിഡിലാണല്ലേ. ഫസ്റ്റ് നോക്കൂ, ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്. ആരായിരിക്കും, ബയർ അല്ലേ, കരടി അല്ലേ. ആൻസർ എന്താണ്, ബിയർ. ഓക്കെ, ദെൻ ഐ ആം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് ആൻഡ് ഐ ഹാവ് ഡ്രങ്ക്. മനസ്സിലായല്ലോ, ഞാനാണ് കരയിലെ ഏറ്റവും വലിയ മൃഗം, എനിക്ക് തുമ്പിക്കൈയുണ്ട്. ആരാ കൂട്ടുകാരെ, എലിഫന്റ് അല്ലേ. ELEPHANT. സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെക്കുക, എലിഫന്റ് അല്ലേ. ആൻസർ എലിഫന്റ്. ദെൻ നെക്സ്റ്റ് നോക്കാം, ഡൗൺ നോക്കാം. ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ. എനിക്ക് എന്ത് ചെയ്യും, വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ കഴിയും, ആളുകളൊക്കെ ക്യാരി ചെയ്യാനും കഴിയും അല്ലേ. എന്താ ആൻസർ വരിക, ബോട്ടാണല്ലേ. ആൻസർ എന്താണ്, ബോട്ട്. ഓക്കെ, ദെൻ ഐ ആം ഫണ്ണി, ഐ മേക്ക് പീപ്പിൾ ഓഫ് ഇൻ സർക്കസ്. ഏതായിരിക്കും, യെസ്, അതിന് മുൻപ് ഒന്നുകൂടി ഉണ്ട് അല്ലേ. ഐ ആം ടോൾ, ഹാവ് എ ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലിവ്സ്. ഞാൻ നല്ല ഉയരമുള്ളവനാണ്, എനിക്ക് എന്തുണ്ട്, ലോങ് നെക്ക് ഉണ്ട്. അതുപോലെ ഐ ആൻഡ് ഈറ്റ് ലിവ്സ്, ഞാൻ ഇലകൾ തിന്നുന്നു. ആരാണെന്ന് മനസ്സിലായ, ലോങ് നെക്ക് ഉള്ളത് ആർക്കാ, ജിറാഫിനാണല്ലേ, ജിറാഫ്. Then I am funny, I make people laugh in circus. ആരായിരിക്കും കൂട്ടുകാരെ, ക്ലോൺ ആണല്ലേ. അതെല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചല്ലോ. ക്ലോൺ എന്ന് പറഞ്ഞ കോമാളി അല്ലേ. ഓക്കെ, അതിന് ആൻസർ കിട്ടിയല്ലോ. ദെൻ കോൺവേഴ്സേഷൻ ആണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. ചെസ്റ്റർ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സ്കൂൾ ഗേറ്റ്. ചെസ്റ്റർ എന്ത് ചെയ്യാൻ, സ്കൂൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ. ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അവൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു അന്ന്. ഹി വാസ് വെറീഡ്, അവൻ വളരെയധികം വെറീഡ് ആയിരുന്നു അല്ലേ. സഡൻലി ഹി മെറ്റ് എ ചൈൽഡ് നെയ്മഡ് റിലി എന്നുള്ള ഒരു ആളെ കണ്ടുമുട്ടുകയാണ് അല്ലേ, ഒരു കുട്ടിയെ കണ്ടുമുട്ടുകയാണ്. ഹി ടു ലുക്ക്ഡ് സാഡ്, അവനും എന്തായിരുന്നു, സാഡായിരുന്നു അല്ലേ. ജസ്റ്റ് ഷെയർഡ് ദ സീക്രട്ട് ഓഫ് കിസ്സി ഹാൻഡ് ടു കംഫോർട്ട് റിലേ. അപ്പോൾ റിലേ എന്ന് കംഫോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റർ അവനോട് അമ്മയുടെ സീക്രട്ട് കിസ്സി ഹാൻഡ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കോൺവെർസേഷനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റർ, ഹലോ ഐ ആം ജസ്റ്റർ. പിന്നെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഹലോ ഐ ആം റിലേ, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്. എന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുകയാണല്ലേ. അപ്പോൾ ജസ്റ്റർ പറയണം, ഐ ആം സ്കെയർഡ്, ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇപ്പോൾ റിലേ എന്താവും പറയും, മീ ടു, ഐ ആം മിസ്സിങ് മൈ ഹോം ആൻഡ് പാരൻസ്. അപ്പോൾ ജസ്റ്റർ എന്താവും പറയാ, ഡോണ്ട് വറി, മൈ മദർ ടോട്ട് മീ എ സീക്രട്ട് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്, ഇറ്റ് ഗിവ്സ് ലവ് ആൻഡ് കംഫർട്ട് എനി ടൈം. അപ്പോൾ റിലേ പറയും, വോ റിയലി, താങ്ക് യു ജസ്റ്റർ, നൗ ഐ ഫീൽ മച്ച് ബെറ്റർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓർ ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയ്ൻസ്. ദ ഡോൾസ് ആൻഡ് ആനിമൽസ് ക്രൈഡ് ഔട്ട് ഓഫ് ജോയ്. You did a great job. I never thought you could do it. The little train congratulated the little blue engine. Write down the conversation between little train and the little blue engine. Write at least 4 exchanges. ആരൊക്കെ തമ്മിലുള്ളതാണ്, ലിറ്റിൽ ബ്ലൂ എഞ്ചിനും ലിറ്റിൽ ട്രെയിനും തമ്മിലുള്ളതാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ലിറ്റിൽ ട്രെയിൻ, ഓ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ യു ആർ ഗ്രേറ്റ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്തായിരിക്കും പറയാം, താങ്ക് യു, ഐ ആം സോ ഹാപ്പി ഐ കുഡ് ഹെൽപ്പ് യു. നന്ദി, നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയല്ലേ. ലിറ്റിൽ ട്രെയിൻ എന്താവും പറയാം, നെവർ തോട്ട് യു കുഡ് പുൾ us ഓവർ ദിസ് ബിഗ് മൗണ്ടൻ. അപ്പോൾ ലിറ്റിൽ എഞ്ചിൻ എന്ന് പറയും, ഐ ജസ്റ്റ് കീപ് തിങ്കിങ്, ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ ജസ്റ്റ്
അങ്ങനെ ചിന്തിച്ചു അല്ലേ, എന്താണ് ഐ തിങ്ക് ഐക്കാൻ എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ദ ലിറ്റിൽ ട്രെയിൻ ലുക്ക് അറ്റ് ഓൾ ദി ചിൽഡ്രൻ ഓൺ ദ മൗണ്ടൻ ആർ സോ ഹാപ്പി നോ. അപ്പോൾ ഓൾ ദി ചിൽഡ്രൻ ലുക്ക് നോക്കൂ, മൗണ്ടനിലുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എന്താവും പറയാ, യെസ് ദ സ്മൈൽസ് മെയ്ഡ് ഓൾ മൈ ഹാർഡ് വർക്ക് വർത്ത് ഇറ്റ്. ഇവരുടെ പുഞ്ചിരി എന്താണ്, കണ്ടപ്പോൾ എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറിപ്പോയി എന്ന് ആര് പറയും, ലിറ്റിൽ ബ്ലൂ എൻജിന് പറയല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലിറ്റിൽ ബ്ലൂ എൻജിനും ദി ലിറ്റിൽ ട്രെയിനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഇത് നെക്സ്റ്റ് പിക്ചർ സ്റ്റോറിയാണ് അല്ലേ, നോക്കാം നമുക്ക്. ഇവൻറ്റ്സ് ഓഫ് സ്റ്റോറി ആർ ഗിവൺ ബിലോ, ഡെവലപ്പ് ടു ദ ഇവൻറ്റ്സ് ടു എ സ്റ്റോറി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ചിത്രം നോക്കിയിട്ട് നമ്മളൊരു കഥ എഴുതണം അല്ലേ. ഐ വിൽ ക്യാച്ച് യു നൗ, പിന്നെ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. ഓപ്സ് ഐ ഫെൽ ഇൻ ടു എ ബിഗ് ഹോൾ, ഓ ഗോഡ് ഐ ആം സേഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് എഴുതാൻ ടൈറ്റിൽ, യെസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക, അതിന് ശേഷം മാത്രം സ്റ്റോറി എഴുതുക. കാരണം എന്താണ്, നമുക്കറിയാം സ്റ്റോറിയാണ്, ടൈറ്റിലും നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. ദ ക്ലവർ ഹെൻ ആൻഡ് ദ ഡോഗ്. വൺ ഡേ എ ഹംഗ്രി ഡോഗ് സോ എ ഹെൻ ഇൻ ദ ഫാം. ദ ഡോഗ് റാൻ ആഫ്റ്റർ ദെൻ സേയിങ് ഐ വിൽ ക്യാച്ച് യു നൗ. അപ്പം അതിൻ്റെ പിന്നാലെ ഓടി ചെന്നിട്ട് എന്ത് പറയുകയാണ്, ഐ വിൽ ക്യാച്ച് യു നൗ, ഞാൻ നിന്നെ ഇപ്പം പിടിക്കുന്ന പറയുകയാണല്ലേ. ദ ഡോഗ് ചേസ്ഡ് ഹെൻ ത്രൂ ദ ബുഷസ് ആൻഡ് കോഡ് ഹെർ ഇൻ ഹെർസ് മൗത്ത്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ബട്ട് വൈൽ റണ്ണിങ് ഫാസ്റ്റ് വിത്തൗട്ട് ലുക്കിംഗ് ദ ഡോഗ് സഡൻലി ട്രിപ്ഡ് ആൻഡ് ഫെൽ. ഓപ്സ് ഫെൽ ഇൻ ടു ദ ബിഗ് ഹോൾ ക്രൈഡ് ദ ഡോഗ്. അപ്പം എന്ത് ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ട് നായ ഇങ്ങനെ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുകയും വായിലാക്കുകയും ചെയ്തു അല്ലേ. എന്നാൽ എന്ത് ചെയ്യാണ്, ശ്രദ്ധിക്കാണ്ട് വേഗത്തിൽ ഓടിയ നായ പെട്ടെന്ന് നിലതെറ്റി വീഴുകയാണ് അല്ലേ. Oswald to try the dog. Taking advantage of the moment, the hen flew out of the hole and perched safely on the top of a high wall. അപ്പം അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ കുഴിയിൽ വീണ് നോക്കുമ്പോൾ ഈ സമയം മുതലെടുത്ത് കോഴി എന്ത് ചെയ്യാണ്, കുഴിയിൽ നിന്ന് പറന്നുയർന്ന് ഒരു വലിയ മതിലിന് മുകളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ആ ഒരു ചിത്രമാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. യെസ്, ലുക്കിംഗ് അറ്റ് ദ ട്രാപ്ഡ് ഡോഗ് ഹെൻ പ്രേഡ് ഓ ഗോഡ് ഐ ആം സേഫ്. അത് കണ്ടിട്ട് അപ്പം എന്താണ് കോഴി വിചാരിക്കുകയാണല്ലോ, ദൈവത്തിനോട് ഇങ്ങനെ നന്ദി പറയണം, ഓ ഗോഡ് ഐ ആം സേഫ്, ഓ ദൈവമേ ഞാൻ സേഫായി. അപ്പം ഇതുപോലെ ഷോർട്ട് സ്റ്റോറിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും